Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ഹെൽത്തി ആയിട്ടുള്ള ആലു പൊറോട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടി മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടാറ്റോ ആലു പൊറോട്ടയിലെ. അപ്പോൾ പൊട്ടാറ്റോ 5 എണ്ണം ഞാൻ മീഡിയം സൈസ് ഉള്ളത് എടുത്തിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഇത് വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപോലെ എല്ലാ സൈഡും വെന്ത് കിട്ടും. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അതിനെ വേവാൻ വെക്കാം. ഒരു 3 വിസിലടിച്ചാൽ മതി. ആ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3.5 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നുള്ളത്. 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല മൊത്തത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാകത്തിന് നോർമൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് കുഴച്ചതിന് ശേഷം മേലേക്കും കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ഒരു സവാള, 4 പച്ചമുളക് ചെറുതാണ്, അതും മീഡിയം സൈസേ ഉള്ളൂ, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ മല്ലിയില. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇതിനെ ഞാൻ ചോപ്പറിലിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചോപ്പറിലിട്ട് നല്ലോണം ചെറുതായി നമ്മൾ ഓംലെറ്റിനൊക്കെ അടിച്ചെടുക്കൂലേ, അതുപോലെ തന്നെ മുറിച്ചെടുത്താൽ മതി. ഇത് നമ്മൾക്ക് കട്ടിയായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തി മാവിൻ്റെ അകത്ത് വെച്ചിട്ട് ഫില്ലിങ്സ് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അത് പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നൈസായിട്ട് ഇതിനെ പൊടിച്ചെടുക്കുന്നുള്ളത്. ചോപ്പറില്ലെങ്കിൽ നമ്മൾ ഓംലെറ്റിന് മുറിച്ചെടുക്കുന്ന പോലെ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലതും ഞാൻ ഈ ചോപ്പറിലിട്ട് തന്നെ നൈസായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ മല്ലിയിലയും ഈ ചോപ്പറിലിട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ തണ്ടൊന്നും അവിടെ ഇവിടെ ആയിട്ട് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് ക്യുമിൻ സീഡിലെ ചെറിയ ജീരകം, നല്ല ജീരകം, അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് സവാളയിൽ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റാം. നല്ലോണം വഴണ്ട് വരേണ്ടൊന്നും ആവശ്യമില്ല. ഇത് പച്ചക്കന്നെ ഇട്ടിട്ട് നമ്മൾ ഈ പൊട്ടാറ്റോയിൽ ഇടുകയാണെങ്കിൽ അതിങ്ങനെ കുത്തനായിട്ട് നിൽക്കുമല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോകും, അതിനുള്ള സാധ്യത ഉണ്ട്. അത് കാരണമാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗരം മസാലയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ്. പിന്നീട് ഡ്രൈ മാംഗോ പൗഡർ 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞൾപ്പൊടിയാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് കൊറിയാണ്ടർ പൗഡർ ഇല്ലേ, മല്ലിപ്പൊടി, അതൊരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് അയമോദകമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത്രയും ചേർത്താൽ തന്നെ നമ്മൾക്ക് ഓതൻറ്റിക് ആയിട്ടുള്ള ആലു പൊറോട്ട കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനം ഇതിലേക്ക് മസ്റ്റായിട്ടും ചേർക്കണം. അയമോദകവും അതുപോലെ തന്നെ ഡ്രൈ മാംഗോ പൗഡറും ചേർത്താലാണ് നല്ല ഫ്ലേവർ കിട്ടുക. അപ്പോൾ അത് ആരും ഒഴിവാക്കരുത്. അപ്പോൾ ഇതിന് കൂടെ ഞാൻ കസൂരി മേത്തിയിലെ ഉലുവയുടെ ഉണങ്ങിയ ഇല അതുകൂടി അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ഓതൻറ്റിക് രീതിയിലായിട്ടുള്ള ആലു പൊറോട്ട നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ. എന്നിട്ട് ഒന്ന് നല്ല പോലെ ഉടച്ചെടുക്കണം. അതൊരു ഗ്ലാസ് വെച്ചിട്ടോ എന്തെങ്കിലും നമ്മളെ കയ്യിലുള്ള തവി വെച്ചിട്ടോ എന്ത് വെച്ചിട്ടോ ആണെങ്കിലും ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തതാണ് കസൂരി മേത്തി. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇതിനെ ബോൾസ് ആക്കിയെടുക്കാം.
അങ്ങനെ ഓരോ ഉരുളകളാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തി മാവിനെ ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈവച്ച് അല്ലെങ്കിൽ ഈ ചപ്പാത്തിൻ്റെ കോൽ വെച്ചിട്ട് തന്നെ പരത്താം. ഇത്രമാത്രം പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ആ ബോൾസ് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾക്ക് ഫില്ലിങ്ങിനെ കറക്റ്റായിട്ട് പുറത്തൊന്നും പോകാത്ത വിധത്തിലാക്കിയിട്ട് നമ്മൾക്ക് ഇതിനെ വീണ്ടും പരത്തണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ ഇതാ ഇത്രയ്ക്കും കനത്തിലാണ് ഇതിനെ പരത്തിയെടുത്തിട്ടുള്ളത്. നല്ലോണം അടിച്ച് പരത്തേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ പുറത്തായി വരും. അത് നമ്മൾ കൂടുതലായും ശ്രദ്ധിക്കണം. അതിന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടറാണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ ഗീ ആണ് ഉള്ളതെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരേപോലെ ആക്കിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ആലു പൊറോട്ട നമ്മൾക്കിനി വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം. മക്കൾക്കൊക്കെ ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ റംസാനിലാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾക്ക് വേണമെങ്കിൽ റൈത്തയില്ലേ, സലാഡ്, അത് വേണമെങ്കിൽ തൈര് കൂട്ടി കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മാത്രം കഴിക്കലാന്ന് നമ്മളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആക്കിയിട്ട് കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാനും പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. പരത്താതെയും നമ്മൾ കുഴക്കാതെയും ഉണ്ടാക്കുന്ന ലിക്വിഡായിട്ടുള്ള ഗാർലിക് പൊറോട്ടൻ്റെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.